സമ്മാനമില്ല എന്ന് കരുതി മാലിന്യക്കൊട്ടയിൽ വലിച്ചെറിഞ്ഞ ടിക്കറ്റിലൂടെ കോടീശ്വരിയായി മാറിയ ഒരു അമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എടത്വ കൊച്ചമ്മനം ജംഗ്ഷന് സമീപം വർഷങ്ങളായി ചെറിയ കട നടത്തുകയാണ് കുഞ്ഞച്ചാമ്മ. പതിവായി ലോട്ടറി ടിക്കറ്റ് എടുക്കും. കഴിഞ്ഞ ദിവസവും വാങ്ങി. ഒന്നല്ല, രണ്ടെണ്ണം. അതിലൊന്നിന് 5000 രൂപയുടെ സമ്മാനം അടിച്ചു. ഞാൻ സന്ധ്യയ്ക്ക് എടുത്തത് 3 കൊണ്ടുവന്നതാ. അത് 3 ഞാൻ എടുക്കാൻ ഒരിക്കലും പറഞ്ഞു വേണ്ട, 2 എടുത്ത അടിച്ചില്ലേ എന്നെയോ, അതുകൊണ്ട് എനിക്ക് തന്നേരെന്ന് പറഞ്ഞൊന്ന് മേടിച്ചോണ്ട് പോയതാ. 1900 ഇത് ഒത്തിരി വർഷമായതാ കടയാണ്. ഞാനിവിടെ വന്നിട്ട് 73 കയറുക. ജീവിത പ്രാരാബ്ദം ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. അതിനൊരു മാറ്റമാകും. 5000 രൂപ വരെയുള്ള നമ്പറുകളിൽ രണ്ടാമത്തെ ടിക്കറ്റിന് സമ്മാനമില്ലായിരുന്നു. അതിൽ കൂടുതൽ ഭാഗ്യമൊന്നും തനിക്കുണ്ടാകില്ലെന്ന് കരുതി കുഞ്ഞച്ചാമ്മ ടിക്കറ്റ് ചുരുട്ടി കൊട്ടയിലിട്ടു. അച്ചാമ്മയുടെ ടിക്കറ്റിനാണ് 1ാം സമ്മാനമെന്ന് പിറ്റേ ദിവസം ഏജന്റിൽ നിന്നറിഞ്ഞ സഹോദരൻ പാഞ്ഞെത്തി. ചവിറ്റുകൊട്ടയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് തപ്പിയെടുത്തു. ലോട്ടറി സമ്മാനം അടിച്ചില്ലെന്ന് പറഞ്ഞ് ചുരുട്ടി കളഞ്ഞതാ. എന്റെ സഹോദരൻ വന്ന് അത് തപ്പിയെടുത്ത് 2980 അടി ഉണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ 2 ഉണ്ടല്ലോ, നീ കളഞ്ഞോ എന്നും പറഞ്ഞ് ഇവിടെ എല്ലാം തപ്പി എടുത്തതാ. എവിടാ കളഞ്ഞെന്നൊക്കെ ചോദിച്ചു. ഇതിനകത്തൊക്കെ ഇവിടെ എല്ലാം നോക്കി. നമ്മൾ ഈ ചുറ്റുപാടുമെല്ലാം നോക്കി വെച്ച് ഇന്നലെ വൈകിട്ട് ഇതെല്ലാം കുടഞ്ഞിട്ടേച്ച് എടുത്തു. കാരുണ്യ ഭാഗ്യക്കുരിയുടെ 1ാം സമ്മാനമായ 1 കോടി രൂപയാണ് കുഞ്ഞച്ചാമ്മയ്ക്ക് ലഭിച്ചത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ഭാഗ്യം കൈവിട്ട് പോയില്ല, അങ്ങനെ തന്നെ പറയാമല്ലേ. കൂടുതൽ വിശേഷം പറയാൻ രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഒരു ലോട്ടറി എടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയിരിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ. അപ്പോഴാണ് ഒരു വലിച്ചെറിഞ്ഞ ലോട്ടറി കോടികളുടെ ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നു. അച്ചാമ്മയുടെ ജീവിതം തന്നെ മാറാൻ പോവുക അല്ലേ, കോടികൾ അടിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, കാശുണ്ടായാൽ പോരാ, അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണമെന്ന്. ഭാഗ്യത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഭാഗ്യദേവത നമ്മളെ കടാക്ഷിക്കാറുണ്ട്. പലപ്പോഴും നമ്മളത് അറിയുന്നില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മളത് തട്ടി തെറിപ്പിച്ച് കളയും. കുഞ്ഞച്ചാമ്മയുടെ കാര്യവും ഒരുപക്ഷെ അങ്ങനെ ആയി തീർന്നേനെയും സഹോദരൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ. കാരണം സഹോദരൻ ഈ ഏജൻറ്റിൽ നിന്ന് അറിയുന്നു ഈ അച്ചാമ്മയുടെ ടിക്കറ്റിന് സമ്മാനമുണ്ട്. വളരെ വേഗത്തിൽ തന്നെ കടയിലെത്തി ഈ ചവിറ്റുകൊട്ടയിൽ നിന്ന് ഈ ടിക്കറ്റ് കണ്ടെത്തുകയായിരുന്നു. ഒരു പക്ഷേ കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളൊക്കെ താമസിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ചാമ്മ തന്നെ ഇത് കത്തിച്ച് കളയുമായിരുന്നു. സാധാരണ നിലയിൽ പതിവായി ലോട്ടറി ടിക്കറ്റ് എടുക്കാറുള്ള ആളുകളൊക്കെ താഴെയിൽ നിന്ന് മുകളിലേക്കാണ് സമ്മാനം നോക്കാറുള്ളത്. പലപ്പോഴുമൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഞാനൊക്കെ 1ാം സമ്മാനം ആദ്യമേ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ താഴേക്ക് പോകാറുള്ളൂ. കുഞ്ഞച്ചാമ്മയും സ്ഥിരമായി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് താഴെ നിന്ന് മുകളിലേക്കാണ് നോക്കിയത്. 100 ഉണ്ടോ, 200 ഉണ്ടോ, അങ്ങനെ 500 ഉണ്ടോ, അങ്ങനെ ഒരു ടിക്കറ്റിന് 5000 രൂപ അടിച്ചു. അതിൽ സന്തോഷമായി. രണ്ടാമത്തെ ടിക്കറ്റിൻ്റെ നമ്പർ 5000 രൂപ വരെ നോക്കിയുള്ളൂ. കാരണം അത്ര വലിയൊരു ഭാഗ്യം തനിക്കുണ്ടാകില്ല, അങ്ങനെ ഭാഗ്യദേവത തന്നെ കടാക്ഷിക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ആ നാട്ടിൻപുറത്തെ അതിസാധാരണക്കാരിയായ ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യദേവത തുണച്ചു. അച്ചാമ്മ വിവാഹിതയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭർത്താവുമായിട്ട് ഒന്നിച്ചല്ല താമസിക്കുന്നത്, ഒറ്റയ്ക്കാണ് താമസം. വർഷങ്ങളായി കട നടത്തുകയാണ്. ആ കടയുടെ പുറകിൽ ഒരു ചെറിയ ഷെഡ് പോലത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. സഹായത്തിന് സഹോദരനും അവരുടെ മക്കളൊക്കെയാണ് ഉള്ളത്. 1 കോടി രൂപയാണ് സമ്മാനം ലഭിച്ചത്. ശരി, എന്തായാലും കുഞ്ഞച്ചാമ്മ ഹാപ്പിയാണ്. 1 കോടി രൂപ അടിച്ചിട്ടുണ്ട്. ജീവിതം ഇനി മാറാൻ പോവുകയാണ്, അങ്ങനെ തന്നെ പറയാമല്ലേ. എന്തായാലും ആ പണം നല്ലൊരു ജീവിതം ജീവിക്കാൻ അച്ചാമ്മയ്ക്ക് സഹായകമാകട്ടെ. ഇനി അങ്ങോട്ടും ലോട്ടറി ഒക്കെ എടുക്കുന്നുണ്ടാവും, കുറച്ചുകൂടി ശ്രദ്ധിക്കുമല്ലേ. ഇനി ലോട്ടറി നമ്പർ നോക്കുമ്പോൾ താഴേന്ന് നോക്കിയാലും 1ാം സമ്മാനം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് അച്ചാമ്മ എന്തായാലും ഇനി ലോട്ടറി വലിച്ചെറിയുകയുള്ളൂ. ശരി.